ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഗുജറാത്തിൽ പര്യടനം നടത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കർണാടകയിൽ. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. രാജ്യത്ത് ഉഷ്ണതരംഗ സാധ്യത തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഇന്നു മുതൽ നടപ്പിലാക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണത്തിനായി താരപ്രചാരകരെ കളത്തിലിറക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വിവിധയിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. മുതിർന്ന ബിജെപി നേതാക്കളായ രാജ്നാഥ് സിംഗ് ബീഹാറിലെ സരൺ, സുപൌൾ എന്നിവിടങ്ങളിലും അമിത്ഷാ ഉത്തർപ്രദേശിലെ ബറൈലി, ബദയൂൺ, സീതാപൂർ ജില്ലകളിലും പൊതുറാലികളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കർണാടകത്തിലാണ് പ്രചാരണം നടത്തുന്നത്. അതേസമയം മധ്യപ്രദേശിലെ മെറീനയിൽ നടക്കുന്ന യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നാളെ. മെയ് 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. 5ാം ഘട്ടത്തിൽ ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ്. വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കുന്നതോടെ ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. മെയ് 6-ആണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. അതേസമയം ആദ്യ 2 ഘട്ടത്തിലെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട അന്തിമ കണക്കുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 1ാം ഘട്ടത്തിൽ 66.14%, 2ാം ഘട്ടത്തിൽ 66.71%വുമാണ് പോളിംഗ്. രാജസ്ഥാനിൽ അജ്മീർ ലോക്സഭാ മണ്ഡലത്തിലെ നന്ദ്സി ഗ്രാമത്തിൽ ഒരു പോളിംഗ് ബൂത്തിൽ ഇന്ന് റീ പോളിംഗ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് റീ പോളിംഗ്. കഴിഞ്ഞ മാസം 26-ന് 2ാം ഘട്ടത്തിലാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 സീറ്റുകളിൽ ഈ മാസം 7-നാണ് 3ാം ഘട്ട വോട്ടെടുപ്പ്. ഒരു റിപ്പോർട്ട്. 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ 16 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് ഈ ഘട്ടത്തോടെ പൂർത്തിയാകും. ഗുജറാത്തിൽ 25-ഉം ഗോവയിൽ 2-ഉം കർണാടകയിലെ അവശേഷിക്കുന്ന 14-ഉം മഹാരാഷ്ട്രയിൽ 11-ഉം UPയിൽ 10-ഉം പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിൽ 4 വീതവും ബീഹാറിൽ 5-ഉം ഛത്തീസ്ഗഡിൽ 7-ഉം മധ്യപ്രദേശിൽ 9-ഉം ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയുവിൽ 2 സീറ്റുകളിലേക്കാണ് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലും ഗോവയിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 3ാം ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ആദ്യം നിശ്ചയിച്ചിരുന്നതെങ്കിലും ചില മാറ്റങ്ങളെ തുടർന്ന് ഇത് 93 ആവുകയായിരുന്നു. മധ്യപ്രദേശിലെ ബതുൽ സീറ്റിലെ വോട്ടെടുപ്പ് 2ാം ഘട്ടത്തിൽ നിന്ന് 3ാം ഘട്ടത്തിലേക്ക് മാറ്റുകയും ഗുജറാത്തിലെ സൂറത്തിൽ ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം ജമ്മുകശ്മീരിലെ അനന്ത്നാഗ്, രജൌരി മണ്ഡലത്തിലെ പോളിംഗ് പുനഃക്രമീകരിക്കുകയും ചെയ്തതോടെയാണ് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 93 ആയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പൊതു തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. EVMലെ വോട്ടും VVPAT സ്ലിപ്പുകളും 100% ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ കഴിഞ്ഞ മാസം 26-ന് പരിഗണിക്കവെയാണ് സുപ്രീംകോടതി ഇതു സംബന്ധിച്ച നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത്. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും BRS നേതാവുമായ K. ചന്ദ്രശേഖർ റാവുവിന് പ്രചാരണത്തിൽ നിന്ന് 48 മണിക്കൂർ വിലക്കേർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസ് പാർട്ടിക്കെതിരായ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. മറ്റു പാർട്ടികൾക്കും നേതാക്കൾക്കുമെതിരെ തെറ്റായ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കർശന നിർദ്ദേശം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു. ഉത്തർപ്രദേശിലെ മഹായ് ഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ സ്വീകരിച്ചു. അയോധ്യയിലെ ശ്രീ ഹനുമാൻ ഗഡി ക്ഷേത്രത്തിലും ശ്രീമതി മുർമു സന്ദർശനം നടത്തി. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം രാഷ്ട്രപതി നടത്തുന്ന ആദ്യ രാമജന്മഭൂമി സന്ദർശനമാണ് ഇത്. രാജ്യത്ത് പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ ഇന്നുവരെ ഉഷ്ണതരംഗം തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
മഹാരാഷ്ട്ര, റായലസീമ, ഗുജറാത്ത്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 5 ദിവസങ്ങളിലും മധ്യ ഇന്ത്യയിൽ ഞായറാഴ്ച വരെയും ഉഷ്ണതരംഗമുണ്ടാകും. കർണാടകം, കേരളം, മാഹി എന്നിവിടങ്ങളിലെ തീരദേശ മേഖലകളിൽ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ അനുഭവപ്പെടും. കേരളത്തിൽ പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഇന്നു മുതൽ നടപ്പിലാക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം നിലനിൽക്കെയാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത്. പുതിയ ട്രാക്കുകൾ പൂർണ്ണമായും ഒരുക്കിയിട്ടില്ലെങ്കിലും ചില മാറ്റങ്ങളോടെയാകും ഡ്രൈവിംഗ് പരീക്ഷാ പരിഷ്കരണം സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. റോഡ് ടെസ്റ്റിന് ശേഷമാകും ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക. പ്രതിദിന ടെസ്റ്റുകൾ 60 കുറച്ചിട്ടുണ്ട്. അതേസമയം ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം ബഹിഷ്കരിക്കുമെന്ന് CITU അറിയിച്ചു. സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ ഡ്രൈവിംഗ് പരീക്ഷ തടയുമെന്നാണ് CITUവിന്റെ നിലപാട്. പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം അനിവാര്യമെന്ന് KSEB ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് മന്ത്രിതല യോഗം ഇന്ന് ചേരും. ലോഡ് ക്രമാതീതമായി കൂടിയാൽ 11 kV ഫീഡറുകളിൽ വൈദ്യുതി വിതരണം നിലയ്ക്കുമെന്നും കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി മുടങ്ങാൻ ഇതാണ് കാരണമെന്നും KSEB അറിയിച്ചു. വൈദ്യുതി നിലയ്ക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഡൽഹിയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി സ്കൂളുകൾക്ക് ഇമെയിലിൽ ബോംബ് ഭീഷണി ലഭിച്ച സംഭവത്തിൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ കേസെടുത്തു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. ഇതുവരെ നടത്തിയ തിരച്ചിലിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയുമായി സംസാരിച്ച് വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അലവൻസും ഹോസ്റ്റൽ സബ്സിഡിയും 25% വർദ്ധിപ്പിച്ചു. ക്ഷാമബത്ത 50% എത്തിയതിന് അനുസൃതമായാണ് വർധന. ഈ വർഷം ജനുവരി മുതലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA 50% എത്തിയത്. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ ചെന്നൈ ഉയർത്തിയ 163 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 17.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. 7 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസാണ് ചെന്നൈയുടെ സ്കോർ. നിലവിൽ പോയിന്റ് പട്ടികയിൽ ചെന്നൈ 4-ാമതും പഞ്ചാബ് 7-ാം സ്ഥാനത്തുമാണ്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്ത്യൻ ചെസ് പ്രതിഭ വൈശാലി രമേഷ് ബാബുവിന് വനിതാ ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകി അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ. ഈ നേട്ടം സ്വന്തമാക്കുന്ന 3ാമത്തെ താരമാണ് വൈശാലി. കൊനേരു ഹംപി, ഹരിക ദ്രോണവല്ലി എന്നിവരാണ് ഇതിനു മുൻപ് ഇന്ത്യൻ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയത്. ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി. 2024-25 ദേശീയ വനിതാ ഹോക്കി ലീഗിന്റെ 1ാം ഘട്ട മത്സരത്തിൽ ഹരിയാന മണിപ്പൂരിനെ ഏകപക്ഷീയമായ 8 ഗോളിന് പരാജയപ്പെടുത്തി. മഹാരാഷ്ട്ര മിസോറാമിനെയും മധ്യപ്രദേശ് ഒഡീഷയെയും ഝാർഖണ്ഡ് ബംഗാളിനെയും പരാജയപ്പെടുത്തി. അതേസമയം മധ്യപ്രദേശ് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ഒഡീഷയെ തോൽപ്പിച്ചു. UK-യിൽ നിന്ന് റുവാണ്ടയിലേക്ക് നാട് കടത്തുന്നതിന്റെ ഭാഗമായി അഭയാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് അധികൃതർ. അടുത്ത 9 ആഴ്ച മുതൽ 11 ആഴ്ചകൾക്കുള്ളിൽ UK-യിൽ നിന്ന് ഇവരെ നാട് കടത്താനാണ് തീരുമാനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ പ്രധാന കുടിയേറ്റ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഗുജറാത്തിൽ പര്യടനം നടത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കർണാടകയിൽ. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. രാജ്യത്ത് ഉഷ്ണതരംഗ സാധ്യത തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഇന്നു മുതൽ നടപ്പിലാക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.